ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ കണ്ണിന് നല്ല പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും വെളുപ്പിനെ 3:30 മണിക്ക്. അപ്പോൾ പണിയുടെ കിട്ടിയ ചെറിയൊരു പണിയാണ്. അപ്പോൾ കണ്ണ് അത്യാവശ്യം നൈസായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ചെറിയ വേദനയുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇവിടെയുള്ള ഇച്ചിരി പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ കൃഷ്ണമണിക്കല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വരത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനെ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി കുളിച്ചിട്ടിറങ്ങി. പിന്നെ കണ്ണ് ഞാൻ രാത്രി തണുത്ത വെള്ളത്തിൽ നല്ല രീതിയിലൊക്കെ കഴുകുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ വെളുപ്പിനെ ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ വലിയ സീനും കാര്യങ്ങളും ഞാൻ കണ്ടില്ല. അത് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് കയറി ഇന്ന് രാവിലെ 5 മണിക്കാണ് ഇറങ്ങിയത്. എന്നിട്ട് കുളിച്ചിട്ടെല്ലാം കിടന്നപ്പോഴത്തേക്ക് 7 മണി 7:30 ആയി. അങ്ങനെ ഞാൻ ഒരു ഉച്ചയ്ക്ക് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞ് കണ്ണ് നോക്കിയ സമയത്ത് അത്യാവശ്യം ഇച്ചിരി സീനായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഒരു തരിതരിപ്പ് പോലെ ഉണ്ടായിരുന്നു. വേദനയല്ല, ഒരു തരിതരിപ്പ് പോലെ. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ശ്രീകാന്തിനെ കണ്ടാവും. പിന്നെ വണ്ടിയെ കൊണ്ടുപോയി. അങ്ങനെ വണ്ടിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്ന് ഇത് ടോക്കൺ എടുത്തപ്പോൾ 129 കിട്ടിയത്. പക്ഷേ അവിടെ 93 ആയിട്ടുള്ളായിരുന്നു. ഒരു 1.5 മണിക്കൂർ അവിടെ കാത്തിരുന്നെങ്കിലും നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കണ്ണിൻ്റെ ഡോക്ടർ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എനിക്കൊരു മരുന്ന് തന്നു കണ്ണിലൊഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ കണ്ണും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നാളെ കാണാം. ടാറ്റ, ബൈ ബൈ.